പുതിയ കൂട്ടുകാരനാട്ടോ. ഇപ്പോൾ കടിയനാണ്. ഇവിടെ കീരിയുടെ ശല്യം കൂടുതലാണ്ട് കൊണ്ടുവന്ന ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കടിയനാണ്. നമ്മൾ കുറേ കോഴികളെല്ലാം നമ്മൾ കൊടുത്തു, സെയിലായി കുറേ കോഴികളെല്ലാം. ഇനി വളരെ കുറച്ച് കോഴികളേ ഉള്ളൂ. അപ്പോൾ ഉടനെ നമുക്ക് കോഴി സെയിലിനില്ല. ചെറിയ ചിക്സ് ഉണ്ട്. നമ്മൾ അടവച്ച കോഴികളെല്ലാം വിരിഞ്ഞ് ഇതിൻ്റെയൊക്കെ കുട്ടികൾ നമുക്കിപ്പോൾ ഒരു മാസത്തിന് എത്താനായി. എല്ലാ കുട്ടികളും നമുക്ക് എല്ലാ വെറൈറ്റി കുട്ടികളുണ്ട്, പുള്ളിക്കുട്ടികളെല്ലാവരും ഉണ്ട്. നമുക്ക് കുറേ നിസ്സാരപ്പെട്ട കോഴികൾ ഇനി കൊടുക്കാനായിട്ടുള്ളൂ. പക്ഷേ അത് കൊടുക്കുന്നില്ല. നമുക്ക് 3-4 കോഴികളേ ഉള്ളൂ. ഇതിനെ വേണേൽ നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഗീവ് അവേ കൊടുക്കാം. ഈ പൂവൻ കോഴിയെ കേട്ടോ. ആരെങ്കിലും കാണുന്നതിന് താല്പര്യം ഉണ്ടെങ്കിൽ തരാം. നല്ല അടിപൊളി ക്വാളിറ്റി, നല്ല ബ്രീഡിംഗ് ആണ്. ഒരു 2-3 കോഴികൾ നമുക്കുള്ളൂ. ഇതിപ്പോൾ മുട്ടയ്ക്ക് വിളിക്കുക, മുട്ടയ്ക്ക് കയറാനായിട്ടുള്ള സ്ഥലം നോക്കുക പുള്ളിക്കോഴി. അപ്പോൾ ഇനി വളരെ കുറച്ച് നമ്പേഴ്സേ നമ്മുടെ അടുത്ത് ഉള്ളൂ. അപ്പോൾ ഇനി അധികം കോഴി കൊടുക്കാനില്ല. 6 ആണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വിചാരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ താറാവിൻ്റെ ഒരു 9 മുട്ട അട വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ കാര്യം അമ്മയ്ക്ക് താറാവ് ഇല്ല എന്നുള്ള പരാതി. അപ്പോൾ അമ്മയുടെ താറാവിൻ്റെ 9 മുട്ട കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് കൊടുക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ആരെ വെക്കണമെന്ന് ആലോചിക്കണം. ഇവളിപ്പോൾ നിങ്ങൾ കണ്ടാണ്, കുട്ടികളെ ഇറക്കിയതാണ്, നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ ഇവളെ ഇനി ഇത്ര ക്ഷീണം പിടിച്ചു. ഇവളെ വെക്കാം, ഇവൾക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇവളെ വെക്കാം. മുട്ട റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇവനെ എടുത്തുകൊണ്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ അട മുറ്റിയതാണ്. എന്നാലും കൃഷിക്കാരി ഇറങ്ങി ഓടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു ദിവസം അടച്ചു വെക്കും. ഇരിക്കുന്നില്ലെങ്കിൽ പിടിച്ച് വിരിച്ചിട്ട് ഞാൻ അടച്ചു വെക്കും. ഇത് വേറെ അവിടെ മറ്റുള്ളവർ കയറി മുട്ട ഇടുന്നുണ്ട്. ഇരിക്കുമോ നോക്കട്ടെ, ഇരിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് നോക്കാം. 9 മുട്ട താറാവിൻ്റെ മുട്ടയാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ താറാവിൻ്റെ 9 മുട്ട. എനിക്ക് ഡൗട്ട് 3 മുട്ടകളെങ്കിലും പൂവൻ മുട്ട ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്നാലും കുഴപ്പമില്ല. നമുക്കൊരു പണ്ട് വെച്ചിട്ടുണ്ട്, നമ്മുടെ കൊച്ചു പ്രായത്തിലൊക്കെ വീട്ടിൽ താറാവിൻ്റെ മുട്ട അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയത്തില്ല ഇരിക്കുമോ നോക്കട്ടെ. ഇരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം. ഇരിക്കുന്നില്ലെങ്കിൽ പിടിച്ചു നിർത്തി അടച്ചിടാനുള്ള സംവിധാനമൊക്കെ നമുക്കുണ്ട്. നമ്മൾ അടച്ച് ഇടാം തൽക്കാലം. അതായിരിക്കും നല്ലത്. കാര്യം എനിക്കൊന്ന് പുറത്തോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. നോക്കട്ടെ, ഇരിക്കുമെന്ന് തോന്നുന്നു. ഏതായാലും ഇന്നോട്ട് ഇരിക്കട്ടെ, നോക്കാം. അതിനെ വെച്ചു. തീറ്റ ഇവിടെ ഉണ്ട്. സ്റ്റാർട്ടർ തീറ്റയാണ്. അത് അടയിരിക്കുന്ന വഴിയൊക്കെ ഇച്ചിരി പ്രോട്ടീൻ കിട്ടിക്കിട്ടെന്ന് വെച്ചിട്ട് വെള്ളം ബോട്ടിൽ ഡ്രിങ്കർ വെക്കാനായിട്ട് വെക്കാൻ പോവാണ്. ഞാനൊരു ബോട്ടിൽ ഡ്രിങ്കർ സെറ്റ് ചെയ്ത് കൊടുത്തു. തീറ്റയുണ്ട്. അയാൾ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അയാൾ ഇരിക്കുകയും ചെയ്തു. നല്ല ഭംഗിയിലിരുന്നു. ഇനി മുട്ടയൊക്കെ തന്നെ അറേഞ്ച് ചെയ്തോളൂ. 3 മുട്ടയെ പുറത്തുള്ളൂ. എടുത്തു വെക്ക്, എടുത്തു വെക്കടി. നമ്മൾ വെച്ചു കൊടുക്കണ്ട, അവർ നാച്ചുറലി ഇതൊക്കെ സെറ്റ് ചെയ്തോളൂ, കുഴപ്പമില്ല. അപ്പോൾ നമുക്കിനി ഇത് താറാവിൻ്റെ കറക്റ്റ് 21 ദിവസം എടുക്കും കേട്ടോ വിരിയാനായിട്ട്. ഇത് വേറെ ഒരു സെക്ഷനാണ്. ഇതിൽ നമുക്ക് സിൽവർ ഫയമയുണ്ട്. ഇപ്പം തുറന്ന് കയറാൻ പറ്റും. താറാവുകൾ ഇവരുടെ മുട്ടയാണ് നമ്മൾ വെച്ച് കൊടുത്തത് കേട്ടോ. സിൽവർ ഫയമി ഒരു പൂവനും 4 പിടയുണ്ട്. പിന്നെ മുട്ടക്കോഴികളാണ്, വേറെ മുട്ടയ്ക്ക് വേണ്ടി വളർത്തുന്ന.
കുറച്ചൊരു വീഡിയോ ആണ്, ഇത്രയൊക്കെ വിശേഷങ്ങളുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.